അദ്ദേഹം അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സംവിധായകൻ സിബി മലയിൽ ചേരുന്നുണ്ട്. ശ്രീ സിബി മലയിൽ, ഇപ്പോൾ ഭാവഗായകൻ പി ജയചന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നിരവധി പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ജയചന്ദ്രൻ സാറ് ഈ ഒരു വിയോഗം അപ്രതീക്ഷിതമാണ്. അദ്ദേഹത്തിന് ചെറിയ രോഗാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര പെട്ടെന്നൊരു വിടവാങ്ങുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളെ മലയാളികളെ സംബന്ധിച്ചോളം ഒരു 6 പതിറ്റാണ്ടോളം നമ്മുടെ ഏറ്റവും അധികം കേട്ട ശബ്ദങ്ങളിൽ ഒന്ന് ജയചന്ദ്രൻ, പി ജയചന്ദ്രൻ തന്നെയാണ്. ദാസേട്ടൻ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ശബ്ദം അത് തന്നെയാണ്. ഒരേ കാലഘട്ടത്തിൽ 2 നക്ഷത്രങ്ങൾ ഉദിച്ചു നിന്ന ഒരു കാലമാണ് കഴിഞ്ഞുള്ള വർഷങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടത്. 2 വലിയ നായകർ തല ഉയർത്തി നിന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ദാസേട്ടനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ജയചന്ദ്രനും ഒട്ടും കുറയാതെ ദാസേട്ടന്റെ ആ ഒരു ഗരിമയ്ക്കൊപ്പം നിന്ന് അത് തന്നെയാണ്. നമ്മൾ ദാസേട്ടനെ ഗാനഗന്ധർവൻ വിളിക്കുമ്പോൾ ഭാവഗായകൻ എന്നാണ് വിളിക്കുന്നത്. പൂർണ്ണമായിട്ടും ആ ഒരു വിശേഷണം അദ്ദേഹത്തെ യോജിച്ചാണ്. അദ്ദേഹം പാടുമ്പോൾ പാട്ടുകൾക്ക് പൂർണ്ണമായ ഒരു ഭാവം ഉണ്ടാകുന്നുണ്ട്. കാരണം കഥാസന്ദർഭത്തിന്റെ ഒക്കെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കാറുള്ളത്. സംഗീത സംവിധായകൻ സൃഷ്ടിച്ച ഈണത്തിനെ ഏറ്റവും മനോഹരമായിട്ട് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ഗായകനാണ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ സങ്കടം ഉണർത്തുന്ന ഒരു വിയോഗമാണ്. പ്രത്യേകിച്ചും അടുത്തടുത്തായിട്ട് നമുക്ക് വലിയ 2 മഹാവ്യക്തിത്വങ്ങളാണ് നമ്മുടെ എം.ടി. സാറിന്റെ ഏട്ടന്റെയും വിടവാങ്ങ് മലയാളികളെ ദുഃഖത്തിലാഴ്ത്തുന്നത് തന്നെയാണ്. അദ്ദേഹവുമായി ഉള്ള ഒരു അനുഭവം പങ്കുവെക്കാമോ? അദ്ദേഹവുമായിട്ട് ഒരുപാട് സിനിമകളിൽ നമ്മൾ എൻ്റെ തന്നെ ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ചില നിർബന്ധങ്ങളും ചില ചിട്ടകളൊക്കെ കർശനമായിട്ട് പുലർത്തുന്ന ഒരാളാണ് പാട്ടിന്റെ കാര്യത്തിൽ. അദ്ദേഹം സ്വരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വലിയ ചിട്ടവട്ടങ്ങളൊന്നും ആഹാരത്തിലോ നോക്കുന്ന ആളുകളില്ല. പക്ഷെ പാട്ട് വളരെ അനായാസമായിട്ട് അതിന് പാടാൻ കഴിയും. അത്രമാത്രം നമ്മൾ ഒരു സ്ട്രെയിൻ എടുത്ത് പാടുന്ന വിചാരിച്ചൊന്നും ഒരിക്കലും കണ്ടു. റെക്കോർഡിംഗ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് മ്യൂസിക് ട്യൂൺ പഠിച്ചിട്ട് വളരെ അനായാസമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഇത് ഒരുപാട് ചിത്രീകരണ സ്റ്റുഡിയോകളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പല നമ്മളുടെ സംഘടനാപരമായിട്ടുള്ള ചില പരിപാടികളിൽ പാട്ട് പാടാനായിട്ടൊക്കെ അദ്ദേഹം ഒരു വൈകുന്നേരം കൂടെ അത് വന്ന് പ്രതിഫലം പോലും വാങ്ങാതെ പറയാനൊന്നും മടിയില്ല. സംഘടന അദ്ദേഹവും അംഗമാണല്ലോ നമ്മുടെ സംഘടന. അപ്പം ആ രീതിയിലൊക്കെയും നമ്മുടെ എല്ലാ രീതിയിലും അദ്ദേഹം നമ്മളോട് വലിയ രീതിയിൽ വ്യക്തിപരമായിട്ട് എന്നോടും നമ്മുടെ ചലച്ചിത്ര മേഖല പ്രവർത്തിക്കുന്ന എല്ലാവരും വലിയ സൗഹൃദവും സ്നേഹവും ഒക്കെ പ്രവർത്തിക്കുന്നതാണ്. തങ്ങളുടെ നിരവധി സിനിമകളിൽ അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഓർക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ദേവദൂതനിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ട്. അത്രയും മനോഹരമായിട്ടുള്ള പാട്ട് ആ സിനിമയ്ക്ക് അത്രയും നല്ലൊരു ജനപിന്തുണ നൽകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പൊ 2ാമത്തെ സിനിമ 24 വീണ്ടും ആൾക്കാർ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ശ്രോതാക്കളിൽ നിന്നും ഉണ്ടായത്. ഈ 24 വർഷം ആ പാട്ട് അതിന്റെ ഇറങ്ങിയ കാലത്തെ ആ സ്വാധീനക്ക് ഒരു കുറവും സംഭവിക്കാതെ ഇപ്പോഴും അതൊരു എവർഗ്രീൻ സോങ്ങായിട്ട് നിൽക്കുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷകരമാണ്. ആ ചടങ്ങിനൊക്കെ അദ്ദേഹത്തിന് ആ സമയത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ഉണ്ടാകേണ്ട വേദിയായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. ശരി, വളരെ നന്ദിയുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരണം അറിയിച്ചതിന്. ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. അന്ത്യം തൃശ്ശൂരിലാണ്. ഏറെ നാളായി ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഉണ്ണി ചേരുന്നുണ്ട്. ഉണ്ണി, സംസ്കാരം, പൊതുദർശനം തുടങ്ങിയ